ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവീസിനെ പറ്റിയാണ്. രണ്ട് ടൈപ്പ് സർവീസാണ് ഉള്ളത്. ഒന്ന് ബാക്ക് ആൻഡ് സർവീസ്, രണ്ടാമത്തെ ഫോർ ആൻഡ് സർവീസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്ക് ആൻഡ് സർവീസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം റാക്കറ്റ് പാർട്സിനെ പറ്റി പഠിച്ചതിന് ശേഷം നമുക്ക് സർവീസ് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി നമുക്ക് കംഫർട്ട് ആവുക. അപ്പോൾ നമ്മൾ ഈ ഐസോമെട്രിക് ഷേപ്പിനെ നമ്മൾ പറയുന്നത് ഹെഡ്, റാക്കറ്റ് ഹെഡ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഭാഗത്തെ ഷാഫ്റ്റ് എന്ന് പറയും, ഇവിടെ ഗ്രിപ്പ്, ഇത് നമ്മൾ സ്ട്രിങ്. ഇത്രയും പാർട്സ് ആണ് റാക്കറ്റ് ഹെഡ്, സ്ട്രിങ്, ഷാഫ്റ്റ്, ഗ്രിപ്പ്. ഇത്രയും പാർട്സ് ആണ് റാക്കറ്റിലുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷട്ടിൽ കോക്കിനെ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ നമ്മുടെ ഈ 2 ഫിംഗേഴ്സ് കൊണ്ടായിരിക്കേണ്ട ഹോൾഡ് ചെയ്യുന്നത്, കുറച്ചും കൂടിയും കംഫർട്ട് ആവുക. അതിനുശേഷം ഷട്ടിലിനെ നമ്മൾ കുറച്ച് സ്ലാൻഡിങ് ആക്കി വെക്കുക, ദെൻ റാക്കറ്റ് ഹോൾഡ് ചെയ്യുക, ദെൻ ബാക്ക് സ്വിങ് എടുക്കുക, ഹിറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ്. ഷട്ടിൽ കോണ്ടാക്ട് പോയിന്റ് 1.15 മീറ്റർ ഉണ്ടാവണം. അതിന് താഴെ ആയിരിക്കണം നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഷട്ടിലിന്റെ കോണ്ടാക്ട് പോയിന്റ് ഗ്രൗണ്ടിൽ നിന്ന് 1.15 മീറ്റർ ഉണ്ടാവണം. അതിൽ ബിലോ ആയാലും കുഴപ്പമില്ല. പിന്നെ ഇപ്പോഴും നമ്മൾ ലോക്കൽ ടൂർണമെന്റ് എല്ലാം മെഷർ ചെയ്യുന്നത് പഴയ റൂൾ പ്രകാരമാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ പ്ലേയേഴ്സിന്റെ വേസ്റ്റിന് താഴെ ആയിരിക്കണം കോണ്ടാക്ട് പോയിന്റ്. ഇതാണ് നമ്മൾ ഇപ്പോൾ നിലവിലുള്ള റൂൾസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഷട്ടിലിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ട്രിങ് കോണ്ടാക്ട് ചെയ്യുന്ന പോയിന്റ് ഈ കോക്കിലായിരിക്കണം ശരിക്കും കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഇതൊരിക്കലും ഫെദറിൽ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. ഈ ഫെദറിൽ കോണ്ടാക്ട് ചെയ്താൽ സർവീസ് ഫോൾട്ട് ആയിട്ടാണ് അമ്പയർ കാൽക്കുലേറ്റ് ചെയ്യുക. ചില പ്ലേയേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഷട്ടിലിനെ നമ്മൾ സ്പിൻ ചെയ്തിട്ട് സർവ് ചെയ്യുന്നത്. ചില പ്ലേയേഴ്സ് സ്പിൻ ചെയ്യും സർവീസിനെ. അത് നമ്മൾ BWF ബാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റൂളാണ്. അത് ചെയ്യാൻ പാടില്ല. നമ്മൾ സർവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫ്രണ്ടിലേക്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കുക പ്ലേയേഴ്സിന്. നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയർ നിന്ന് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടാക്കും അവരുടെ കൺട്രോളിന്. അപ്പോൾ കുറച്ച് ഫോർവേഡ് നമുക്ക് ലെങ്ത്തും കുറഞ്ഞു കിട്ടും. ഓക്കെ, ലെങ്ത്, ദെൻ ഈ ഒരു ഫ്ലോ നമുക്ക് ഉണ്ടാവും. ചില പ്ലേയേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് സർവ് ചെയ്യുമ്പോൾ ഈ റാക്കറ്റിന് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്യാറുണ്ട്. നോർമലി അത് ചെയ്യാൻ അലൗഡ് ആണ്, ബട്ട് അതിലൊരു പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ റാക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്തതിന് ശേഷം 1 സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് സർവ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഫോൾട്ട്. മൂവ് ചെയ്യാം, ബട്ട് യു ഹാവ് ടു സ്റ്റേ 1 സെക്കൻഡ്, ദെൻ യു ഫോർവേഡ്. ദാറ്റ് ഈസ് കറക്റ്റ് സർവീസ്. അതായത് നമ്മൾ ഡബിൾസ് കളിക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പോണന്റിനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി, നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കുന്ന സമയത്താണ് നമുക്ക് വിന്നിങ് ചാൻസ് കൂടുക. അപ്പോൾ സർവീസ് നമ്മൾ ചെയ്യുന്ന 6 പ്ലേസസ് നമുക്ക് പരിചയപ്പെടാം. സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ, ദെൻ സെക്കൻഡ് പോയിന്റ് ഈ ഒരു മിഡിലായിട്ട് വരും. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്. ഇതാണ് ഇൻ ഷോർട്ട് സർവീസ് ലൈനിന്റെ ഫ്രണ്ടിൽ വരുന്ന ഈ 3 പോയിന്റുകൾ. ഓക്കെ, ഇനി നമ്മൾ റിയർ സൈഡ്, ഫോർത്ത് വൺ, ദെൻ ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് വൺ. പോയിന്റിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ പല ടൈമിലായിട്ട് പല പോയിന്റിൽ നമ്മൾ സർവീസ് ചെയ്യുമ്പോഴാണ് ഓപ്പോണന്റിന് ടോട്ടലി കൺഫ്യൂസ് ആവുക. അതിൻ്റെ റിസൾട്ട് ആയിരിക്കും നമുക്ക് വിന്നിങ് ആയിട്ട് വരിക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബാഡ്മിൻ്റൺ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.
താങ്ക് യു.